ഹാനോയ് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോയത് സെൻട്രൽ വിയറ്റ്നാമിലെ ഡെനാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അഗോഡയിൽ നമ്മൾ പിക്കപ്പ് പ്രീ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആളുണ്ടായിരുന്നു. പക്ഷേ ഈ പുള്ളി വന്ന വണ്ടി കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ കാണുന്ന വണ്ടിയിലാണ് ഞങ്ങൾ 3 പേരെ പിക്ക് ചെയ്യാനായിട്ട് പുള്ളി വന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കാണ്. ഹാനോയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഡെനാങ് ആണ്. ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു വൈബാണ്. ഞങ്ങൾ റൂമിൽ പോയൊന്ന് ഫ്രഷ് അപ്പ് ആയതിനു ശേഷം ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന പുള്ളി തന്നെയാണ് നമ്മളവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോയത്. ഞങ്ങൾ എത്തിയതിൻ്റെ അന്ന് നൈറ്റ് ഞങ്ങൾ പോയത് ഡ്രാഗൺ ബ്രിഡ്ജിലും അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലുമാണ്. ഡ്രാഗൺ ബ്രിഡ്ജിൽ എവറി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒരു 9 PM ആകുമ്പം ഫയർ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അത് കൂടെ കണക്കാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു 7-7:30 അടുപ്പിച്ചാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നൈറ്റ് മാർക്കറ്റ് കാണാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നൈറ്റ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ നേരെ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. നിൽക്കാനോ ഇരിക്കാനോ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയത്. ഈ കാണുന്ന ഇദ്ദേഹം നല്ല എക്സൈറ്റ്മെൻറ്റോടെ കാണുന്ന കാഴ്ച എന്താണെന്ന് നിൽക്കുക ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഷോ ഒരു 20-30 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് ലവ് ലോക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. പിന്നെ അവിടെയും ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലമാണ് വിയറ്റ്നാമിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്. സ്റ്റേ ചെയ്തെടുത്ത് നിന്ന് ഒരു 40 മിനിറ്റ്സ് ട്രാവലാണ് നമ്മൾ ഈ പോകാൻ പോകുന്ന സ്ഥലം. ഡെനാങ്ങിലെ സൺവേൾഡ് ബാണ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് അവിടെ എത്തുന്ന രീതിക്ക് പോയാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ബാണ ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് 8 മണിക്കാണ് ബാണ ഹിൽസ് ഓപ്പൺ ആവുന്നതെങ്കിൽ പോലും നമുക്കൊരു 7-7:30 റേഞ്ചിൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കേബിൾ കാറിൽ തന്നെ മുകളിലേക്ക് പോകാൻ പറ്റും. നമ്മളൊരു 7 മണി റേഞ്ചിലൊക്കെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു 1 hour നമുക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. ആൻഡ് പുറത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുത്തെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കേബിൾ കാറൊക്കെ കിട്ടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോകുന്നത് ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ കേബിൾ കാർ ഇരുന്നിട്ടുള്ള വ്യൂ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാമിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അട്രാക്ഷനിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡൻ ബ്രിഡ്ജ് ബാണ ഹിൽസിൻ്റെ ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ്. ഇതേപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അട്രാക്ഷൻസ് വേറെയുണ്ട്. ഈ കാണുന്ന ഫ്രഞ്ച് വില്ലേജാണ് ബാണ ഹിൽസിൻ്റെ നെക്സ്റ്റ് അട്രാക്ഷൻ. ഈ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നിൽക്കുന്ന പോർഷനിൽ തന്നെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ മെയിൻ സ്പോട്ടാണ് ഈ ഫ്ലവർ ഗാർഡൻ. ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എല്ലാ തീംസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഓരോന്നും അവർ ഫ്ലവേഴ്സിലാണ് ചെയ്തെടുത്തേക്കുന്നത്.
നെക്സ്റ്റ് ഞങ്ങൾ പോയത് വൈറ്റ് ബുദ്ധയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു 27 മീറ്റർ നീളമുള്ള ജയൻറ്റ് വൈറ്റ് ബുദ്ധയാണിത്. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിക്കാണ് ഈ സ്റ്റാച്ചു പ്ലേസ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തിരക്കാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഫോഗും ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറുന്ന ടൈമിൽ ഇത്രയും തിരക്കോ ഫോഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. ഈ ഫ്രഞ്ച് വില്ലേജ് എന്ന് പറയുന്നത് ഒരു മെഡീവൽ യൂറോപ്പിലുള്ള പോലെ സ്ട്രീറ്റ്സും കഫേസും കത്തീഡ്രൽസും ഒക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കാണുന്ന കാർട്ടൂൺസിലെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതടുത്ത വാഷ്റൂം ആയിരുന്നു. ഞാൻ ഈ കിരീടം എൻ്റെ തലയിൽ വെക്കാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബാണ ഹിൽസിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കോംപ്ലിമെൻ്ററി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഈ ബൊഫേ. ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഉള്ള ഈ ബൊഫേ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിനൊക്കെ. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ മണ്ടേ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. കുറേയൊക്കെ ആയപ്പോഴത്തേനും നല്ല ഫോഗായി തുടങ്ങി. നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്തത്ര ഫോഗായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബാണ ഹിൽസിൽ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ കിട്ടിയൊരു കോംപ്ലിമെൻ്ററിയാണ് ഈ ബിയർ പ്ലാസിലേക്കുള്ള എൻട്രി. ഓരോ ടിക്കറ്റിനും 2 ബിയർ വെച്ചിട്ട് അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. ബിയർ ഓർ സ്നാക്സ് അങ്ങനെയായിരുന്നു. അവിടെ ബിയർ ഫെർമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. ബാണ ഹിൽസിൻ്റെ വേറൊരു പോർഷനാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഒരുപാട് റൈഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ആ റൈഡ്സിൽ കയറാം. നേരത്തെ കണ്ട റൈഡിൻ്റെ പോർഷനാണിത്. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവിടെ മൊത്തം ഫോഗായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും. അങ്ങനെ ബാണ ഹിൽസ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങളൊരു ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ച് താഴേക്ക് എത്തി. താഴെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ആൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് ഞങ്ങളെ റൂമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഡേ നമുക്ക് അവിടെ നിന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അന്ന് രാത്രി തന്നെ ഹോയാനിലെ ലാൻഡൺ സ്ട്രീറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ എപ്പോഴും ഭയങ്കര ലൈവായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലാൻഡൺ സ്ട്രീറ്റിലെത്തി. അവിടെ പോയി എഗ് കോഫിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമിലെ മോസ്റ്റ് ഫേമസ് കോഫിയാണ് എഗ് കോഫി. അവിടെ ചെന്നിട്ട് നമുക്ക് ബോട്ട് റൈഡ് എടുത്തിട്ട് ലാൻഡേൺസ് ഒഴുക്കി വിടാനൊക്കെ പറ്റും. നമ്മൾ മേളിൽ നിന്ന് ലാൻഡേൺസൊക്കെ മേടിച്ചിട്ട് വേണം ബോട്ടിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ കയറിയിട്ട് ലാൻഡേൺസൊക്കെ ഓരോരുത്തരായിട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് കയറിയപ്പോഴത്തേനും അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് മിസ്സായി. പിന്നെ അവർ ഇതേപോലെ ഇങ്ങനെ പോസ് ചെയ്തൊക്കെ നിൽക്കുന്നത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ അവിടുത്തെ സ്റ്റോഴ്സിലൊക്കെ ഇതേപോലെ ലാൻഡൻസ് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പോട്ട് പോലെയാണ്. പൈസ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളിത് ഡനാങ്ങിനോടും ബാണ ഹിൽസിനോടും ഹൊയാനിനോടും ഒക്കെ വിട പറയാൻ സമയമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.